BJP ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഏതാണ്ട് പ്രഖ്യാപനം നാളെ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ കാര്യങ്ങൾ ഒരു വ്യക്തത വന്നിരിക്കുന്നു. കഴിഞ്ഞ ഏറെ നാളുകളായിട്ട്, അതായത് നമ്മുടെ നിലവിലെ ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ രാജ്യസഭ MP ആയി കേന്ദ്ര മന്ത്രിസഭയിലേക്ക് വരികയും അദ്ദേഹം ആരോഗ്യവകുപ്പിൻ്റെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തതോടുകൂടി സത്യത്തിൽ BJPക്ക് ദേശീയ അധ്യക്ഷൻ ഇല്ലാതായി എന്ന് തന്നെ പറയാം. താൽക്കാലികമായി ആ ചുമതല നഡ്ഡ വഹിച്ചിരുന്നു, പേരിന് ആ ചുമതല വഹിച്ചിരുന്നു എന്ന് മാത്രം. പക്ഷേ ഇപ്പോഴിതാ BJP വളരെ കൃത്യമായിട്ട് ദേശീയ അധ്യക്ഷനെ കണ്ടെത്തിയിരിക്കുന്നു. തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതിനേക്കാളും കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. നാമനിർദ്ദേശ പത്രിക ഇന്ന് തന്നെ സമർപ്പിക്കും. വൈകിട്ട് 6 മണി വരെ അത് പിൻവലിക്കാനുള്ള സമയമുണ്ട്. മറ്റാരും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം നാളെ BJPയുടെ ദേശീയ അധ്യക്ഷനായി പ്രഖ്യാപിക്കപ്പെടും. ആളാരാണെന്ന് അറിയട്ടെ. ചെറുപ്പത്തിൻ്റെ ചുറുചുറുക്കും RSSൻ്റെ പ്രവർത്തന പരിചയവും ഉള്ള ഒരു യുവാവാണ് ഇക്കുറി BJPയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റാരുമല്ല, നിലവിലെ വർക്കിംഗ് പ്രസിഡന്റ് നിതിൻ നബീൻ എന്ന 46-കാരനാണ് BJPയുടെ പ്രസിഡൻ്റാകാൻ പോകുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിച്ചതെന്ന് വാർത്താ ചാനലുകൾ പറയുന്നു. എന്തായാലും നിതിൻ നബീൻ വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് വന്നപ്പോൾ തന്നെ എല്ലാവരും കരുതിയിരുന്നതാണ് അദ്ദേഹത്തെ ദേശീയ പ്രസിഡൻ്റായിട്ട് നിയോഗിക്കും എന്നത്. ഇനി മറ്റാരും പത്രിക കൊടുക്കാൻ സാധ്യതയില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. BJPയിൽ അത്തരത്തിൽ ഒരു മത്സരം സാധാരണ ഉണ്ടാകാറില്ല. അവർ ഒത്തുകൂടി ഒരാളെ തീരുമാനിക്കുന്നു, ആ ആൾ പത്രിക കൊടുക്കുന്നു, മറ്റാരും പത്രിക കൊടുക്കാൻ വരില്ല, ആ ആളിനെ തന്നെ ദേശീയ പ്രസിഡൻ്റായിട്ട് തീരുമാനിക്കും. അതാണ് BJPയിലെ കീഴ്വഴക്കം. ഇവിടെ നിതിൻ നബീൻ എന്ന ഈ ബീഹാറുകാരൻ, 46 വയസ്സുള്ള നിതിൻ നബീൻ RSSലൂടെയാണ് പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത്. യുവമോർച്ചയിൽ പിന്നീട് അദ്ദേഹം യുവമോർച്ചയിലേക്ക് എത്തുകയും രാഷ്ട്രീയ ഗോതയിലേക്ക് ഇറങ്ങുകയും ചെയ്തു. 2006-ൽ വെസ്റ്റ് പാറ്റ്നയിൽ നിന്ന് അദ്ദേഹം, വെസ്റ്റ് പാറ്റ്നയാണോ ഈസ്റ്റ് പാറ്റ്നയാണോ എന്നൊരു സംശയമുണ്ട്, എന്തായാലും പാറ്റ്നയുടെ സമീപത്ത് ഉള്ള ഒരു നിയോജക മണ്ഡലമാണ്. ആ നഗര മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇക്കഴിഞ്ഞ നിതീഷ് മന്ത്രിസഭയിൽ അദ്ദേഹം മന്ത്രിയായിട്ട് ഉൾപ്പെടുകയുണ്ടായി. എന്നാൽ BJPയുടെ ദേശീയ പ്രസിഡൻ്റായിട്ട് JP നഡ്ഡ ഒഴിയുമ്പോൾ അദ്ദേഹത്തിന് ആ ചുമതല നിർവഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവിടേക്ക് ഒരു വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് അദ്ദേഹത്തെ നിയോഗിച്ചു. ഇപ്പോഴിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ഏകകണ്ഠമായി അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിച്ചിരിക്കുന്നു, ശുപാർശ ചെയ്തിരിക്കുന്നു. അങ്ങനെ നിതിൻ നബീൻ അദ്ദേഹം വർക്കിംഗ് പ്രസിഡൻ്റ് ആയപ്പോൾ തന്നെ മന്ത്രിസ്ഥാനം രാജിവെച്ചു. പക്ഷേ MLA സ്ഥാനം രാജിവെച്ചില്ല. അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ടാണ് അദ്ദേഹം വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് ചുമതല ഏറ്റെടുത്തത്. ഇപ്പോഴിതാ അദ്ദേഹം ദേശീയ അധ്യക്ഷനാകുകയാണ്. BJPക്ക് ചെറുപ്പം, യുവത്വം കൈവന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. AB വാജ്പേയി മുതൽ LK അദ്വാനി, മുരളി മനോഹർ ജോഷി തുടങ്ങി അതികായന്മാർ BJPയുടെ ദേശീയ അധ്യക്ഷനായിട്ട് ഇരുന്നിട്ടുണ്ട്. ആ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് ഇപ്പോഴിതാ യുവത്വം തുളുമ്പുന്ന ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിരിക്കുന്നു, അതും ബീഹാറിൽ നിന്ന്. BJPക്ക് യുവത്വം കൈവരുമ്പോൾ അതിൻ്റെ പ്രവർത്തന മികവ് അവിടെ ദൃശ്യമാകും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. നമുക്ക് കാത്തിരിക്കാം. നിതിൻ നബീൻ്റെ കൂടുതൽ വ്യക്തി വിശേഷങ്ങളുമായിട്ട് നമുക്ക് പിന്നീടൊരു ചർച്ചയ്ക്ക് വരാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ലോക്സഭയിൽ ഒരു ചർച്ച നടക്കുന്ന വേളയിൽ SP-യുടെ സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവ് ചൂണ്ടിക്കാട്ടിയത്, നോക്കൂ, BJPയുടെ ദേശീയ അധ്യക്ഷൻ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് വന്നിരിക്കുന്നു. എത്രയോ മാസങ്ങളായിട്ട്, മാസങ്ങളായിട്ട് ദേശീയ അധ്യക്ഷ പദവി വാസ്തവത്തിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്.
നഡ്ഡ മന്ത്രിയായതോടുകൂടി ദേശീയ അധ്യക്ഷ പദവിയിൽ അദ്ദേഹത്തിന് തുടരാൻ സാധിക്കില്ല. അത് BJPയുടെ നിയമാവലിയിൽ തന്നെ, ബൈലയിൽ തന്നെ ഉള്ള കാര്യമാണ് എന്ന് SP നേതാവ് അഖിലേഷ് യാദവ് ചൂണ്ടിക്കാട്ടി. എന്ന് മാത്രമല്ല, അദ്ദേഹം അമിത്ഷായോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ദേശീയ അധ്യക്ഷനെ കണ്ടെത്താൻ ഇത്ര പ്രയാസം? നിങ്ങൾ ഇത്രയും വലിയ പാർട്ടിയല്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയല്ലേ, ആ പാർട്ടിക്ക് ദേശീയ അധ്യക്ഷൻ ഇല്ലാതിരിക്കുന്നത് മോശമല്ലേ എന്നൊക്കെയായിരുന്നു അഖിലേഷ് യാദവ് ചൂണ്ടിക്കാട്ടി അന്ന് ആക്ഷേപം ചൊരിഞ്ഞത്. അതിന് മറുപടിയായിട്ട് അമിത്ഷാ വളരെ ലളിതമായിട്ട് പറഞ്ഞു, നോക്കൂ, ഞങ്ങൾക്ക് ഇന്ത്യയിൽ ഏതാണ്ട് 10-15 കോടി അംഗങ്ങളുണ്ട്. ഞങ്ങളുടെ പാർട്ടി ഇത്ര ബൃഹത്തായ ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയിൽ നിന്ന് ഒരാളെ കണ്ടെത്താൻ ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ട്. കാരണം ഏറ്റവും താഴെ തട്ടിൽ നിന്ന് ഏറ്റവും മുകൾ തട്ട് വരെയുള്ള ആർക്ക് വേണമെങ്കിലും ഇവിടെ ദേശീയ അധ്യക്ഷനാകാം ഞങ്ങളുടെ പാർട്ടിയിൽ. പക്ഷേ നിങ്ങളുടെ പാർട്ടിയിലൊന്നും ഉള്ളതുപോലെയല്ല. നിങ്ങളുടെയൊക്കെ പാർട്ടിയിൽ ഒരു കുടുംബത്തിലെ 5-6 പേര് കാണും. അതിൽ നിന്നൊരാളെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്താൽ മതി. അത് കോൺഗ്രസ് തുടങ്ങി ഇങ്ങ് സമാജ്വാദി പാർട്ടി വരെ അങ്ങനെയാണ്. പക്ഷെ BJPയിൽ അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക അല്ല ചെയ്യുന്നത്. ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് ഈ 15 കോടി അംഗങ്ങൾ ചേർന്നതാണ്. അതിൽ നിന്നൊരാളെ കണ്ടെത്താൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, വളരെയധികം പ്രയാസമുണ്ട്. കാരണം എല്ലാവരും ഒന്നിനൊന്ന് മികച്ച പ്രവർത്തകരാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊരു മികച്ച പ്രവർത്തകരിൽ നിന്നൊരു മികച്ച പ്രവർത്തകനെ കണ്ടെത്താൻ ഞങ്ങൾക്ക് സമയമെടുക്കും എന്നായിരുന്നു അന്ന് അമിത്ഷാ പറഞ്ഞത്. വളരെ ശരിയാണ്. BJPയുടെ നേതൃത്വത്തിലേക്ക് കടന്നു വരാൻ ആ പാർട്ടിയിലെ ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു വ്യക്തിക്ക് പോലും, ഒരു അംഗത്തിന് പോലും കഴിയും. ഇത് BJPക്കാർ മാത്രം പറയുന്നതല്ല. ഈ അടുത്ത കാലത്ത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ്, മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാ അംഗം, അവിടെ ഒരു കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന ദിഗ്വിജയ് സിംഗ് പോലും കോൺഗ്രസ് നേതൃത്വത്തോട് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി. AICCയോട്, രാഹുൽ ഗാന്ധിയോട് ഒക്കെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ BJPയെ കണ്ടുപഠിക്കണം. അവിടെ ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരൻ അവിടെ ദേശീയ അധ്യക്ഷനായിട്ട് ഉയർന്നു വരും, പ്രധാനമന്ത്രിയാകും. വെറുമൊരു ചായക്കച്ചവടക്കാരനാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. അത് BJPയിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ, വേറൊരു പാർട്ടിയിലും സംഭവിക്കില്ല എന്നാണ് ദിഗ്വിജയ് സിംഗ് അന്ന് ചൂണ്ടിക്കാട്ടിയത്. അന്ന് ദിഗ്വിജയ് സിംഗിൻ്റെ ആ ഒരു പ്രസ്താവന വലിയ കോളിളക്കമുണ്ടാക്കി. കോൺഗ്രസ്സുകാർ വലിയ രീതിയിൽ പ്രതിഷേധിച്ചു. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും സോണിയയും ഒക്കെ തലയിൽ മുണ്ടിട്ട് തലയും കുമ്പിട്ട് മിണ്ടാതിരിക്കുകയായിരുന്നു, വാപൊത്തി. കാരണം ദിഗ്വിജയ് സിംഗ് പറഞ്ഞത്, ചൂണ്ടിക്കാണിച്ചത് സത്യമാണ്. അതിനെ അവർക്ക് എതിർക്കാൻ കഴിയില്ല, അതിനെ നിഷേധിക്കാൻ കഴിയില്ല. കോൺഗ്രസിൽ ഈ സോണിയ കുടുംബത്തിൽ നിന്ന്, നെഹ്റുവിൻ്റെ പാരമ്പര്യം പേറുന്നു എന്ന് അവകാശപ്പെടുന്ന സോണിയ കുടുംബത്തിൽ നിന്ന് ഒരാളെ കണ്ടെത്തിയാൽ മതി. അത് രാഹുൽ ഗാന്ധിയാകാം, അത് പ്രിയങ്കയാകാം, പ്രിയങ്കയുടെ 2 മക്കളുണ്ട്, അവരിൽ ആരെങ്കിലും ആകാം, അല്ലെങ്കിൽ മരുമകൻ വാദ്ര പോലുമാകാം. എന്തായാലും ഒന്നുകിൽ അവർ, അല്ലെങ്കിൽ അവർ കീ കൊടുക്കുന്നതിനനുസരിച്ച് തുള്ളുന്ന ഖാർഗെയെ പോലെയുള്ള ആരെങ്കിലും. അല്ലാതെ കോൺഗ്രസിനെ ഒരു മികച്ച രാഷ്ട്രീയ പാർട്ടിയാക്കി മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന നേതാക്കളെ അവർ കൊണ്ടുവരില്ല എന്ന് തീർച്ചയാണ്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പ്രണബ് മുഖർജി ഇന്ത്യയുടെ പ്രസിഡന്റ് ആയേനെ, അതുപോലെ മറ്റു പലരും കോൺഗ്രസിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയേനെ. അങ്ങനെ സംഭവിച്ചില്ല, അത് കോൺഗ്രസിൽ ഒരിക്കലും സംഭവിക്കില്ല. പക്ഷേ BJPയിൽ അങ്ങനെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നലെ വരെ ഈ ബീഹാറിലല്ലാതെ, ഒരുപക്ഷെ ബീഹാറിൽ പോലും ഈ പാറ്റ്ന കേന്ദ്രീകരിച്ച് പ്രവർത്തകർക്ക് അറിയുന്ന ഒരു നേതാവാണ് നിതിൻ നബീൻ. അദ്ദേഹത്തെക്കുറിച്ച് മറ്റ് സ്റ്റേറ്റുകളിൽ, അദ്ദേഹം മറ്റ് പല സ്റ്റേറ്റുകളിലും ചുമതല വഹിച്ചിരുന്നു. 6ഓളം സംസ്ഥാനങ്ങളുടെ ചുമതല അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവിടെയെല്ലാം BJPയെ അധികാര സോപാനത്തിലേറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മിടുക്കായിട്ട് പരിഗണിച്ചത്. ആ സംസ്ഥാനങ്ങളിൽ ഒഴികെ മറ്റൊരിടത്തും ഈ നിതിൻ നബീൻ എന്നൊരാളെക്കുറിച്ച് അറിയില്ല. ഇങ്ങ് കേരളത്തിലെ BJPയുടെ സംസ്ഥാന ഭാരവാഹികളോട് ചോദിച്ചാൽ പോലും അത്തരം ഒരാളിനെ അവർക്ക് അറിവുണ്ടാകില്ല. പക്ഷേ BJPയുടെ പ്രത്യേകത അതാണ്. വ്യത്യസ്തമായൊരു രാഷ്ട്രീയ പാർട്ടി, ആരാലും അറിയപ്പെടാതിരുന്ന, എന്നാൽ മികവിൽ മികച്ച ഒരു വ്യക്തിയെ അവർ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു, അല്ലെങ്കിൽ കണ്ടെത്തിയിരിക്കുന്നു. ഇനി നടപടിക്രമങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അദ്ദേഹം നാളെ തന്നെ ദേശീയ അധ്യക്ഷനായിട്ട് പ്രഖ്യാപിക്കപ്പെടും എന്നാണ് കരുതുന്നത്.
താമസിയാതെ അദ്ദേഹം ചുമതലയേക്കും. അത് BJPയുടെ ദേശീയ അധ്യക്ഷന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. മറ്റ് രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം ചേർന്ന് ഭാരതത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും നിലനിർത്താൻ, ഭാരതത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടുന്ന തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.